ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം A അജികുമാറിനെയും ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇന്ന് വൈകിട്ട് തന്നെ തിരികെ കോടതിയിൽ ഹാജരാക്കണം. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇപ്പോൾ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ള വിവരമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ. പ്രതികളെ ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ വിജിലൻസ് കോടതി പരിഗണിക്കുകയായിരുന്നു. ഇന്ന് ഒരു ദിവസം കൊല്ലം ജില്ലയിൽ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും A അജികുമാറും ഉണ്ടാകും. അവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അന്വേഷണ സംഘത്തിന്റെ തലവൻ SPS ശശിധരൻ അടക്കം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യലൊക്കെയും. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട 23-ാം തീയതിയാണ് PS പ്രശാന്തും അജികുമാറും അറസ്റ്റിലായ പ്രതികളെ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. തുടർന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ് വരവെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി ഒരു ദിവസത്തേക്കാണ് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകിട്ടാകുമ്പോൾ തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. കിട്ടുന്ന ഈ സമയമാണ് കൊല്ലം ജില്ലയിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നത്. PS പ്രശാന്തിനെയും അജികുമാറിനെയും ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതിലൂടെ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് സ്വാഭാവികമായും 2025 ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളും ഈ തെളിവുകളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ രണ്ടുപേർ മാത്രമല്ല ഇതിൽ ഉത്തരവാദികളായിട്ടുള്ളത് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴിയിൽ നിന്നായിരിക്കണം സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങേണ്ടത്, ഇനി കൂടുതൽ പേരിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റുകളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അറസ്റ്റിലാകുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞ വാചകങ്ങളുണ്ട്. കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തന്നെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ തെളിവുകൾ അദ്ദേഹത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. 2019 നടന്ന സ്വർണ്ണക്കവർച്ച അത് 2025 എത്തുമ്പോൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതാ പ്രതികളെ പുറത്തേക്ക് ഇറക്കുകയാണ്. PS പ്രശാന്ത് അതോടൊപ്പം തന്നെ അജികുമാർ എന്നിവരെയാണ് പുറത്തേക്ക് ഇറക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തായാലും ഈ പ്രതികളെയൊക്കെ ഇപ്പോൾ ഈ കസ്റ്റഡിയിലേക്ക് വിടുകയാണ്. ഒരു ദിവസത്തെ ചോദ്യം ചെയ്യൽ അത് തന്നെയാണ് SITക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായി ഇവരെ ചോദ്യം ചെയ്യും. ഇപ്പോൾ നേരെ പോകുന്നത് ജില്ലാ ആശുപത്രിയിലേക്കാണ്. അതായത് ആശുപത്രിയിൽ പോയി വൈദ്യപരിശോധന പൂർത്തിയാക്കിയാണ് ഈ മറ്റ് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. അത് പോലീസ് ക്ലബ്ബിൽ തന്നെയായിരിക്കും. എന്തായാലും PS പ്രശാന്ത് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ വാഹനത്തിൽ PS പ്രശാന്തിനെയും അതോടൊപ്പം അജികുമാറിനെയും കൊണ്ടുപോവുകയാണ്. എന്തായാലും അദ്ദേഹം പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അന്വേഷണ സംഘം അതിന് അനുവദിച്ചിരുന്നു. രാഷ്ട്രീയ താല്പര്യമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ തെളിവുകൾ എന്ന് പറയുന്നത് ഈ PS പ്രശാന്തിന് എതിരായിരുന്നു. അത്തരത്തിൽ SITയുടെ കണ്ടെത്തലുകളുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ ഇരു പ്രതികളെയും കൊണ്ടുപോയിരിക്കുകയാണ്. മനോജ്, എന്തായാലും PS പ്രശാന്തിനെയും ഒപ്പം തന്നെ അജികുമാറിനെയും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതി. ഒരു ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. പ്രതികളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇന്ന് വൈകിട്ട് തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങൾ നൽകിയത് മനോജാണ്. എന്തായാലും രാഷ്ട്രീയ താല്പര്യം അതാണ് തന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് ഇന്നും PS പ്രശാന്ത് പറയുകയുണ്ടായി. അതേ ദിവസം, അതായത് അറസ്റ്റ് ദിവസം ജനം TV ആ വീട്ടിലേക്ക്, കരകുളത്തുള്ള വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ക്യാമറയിൽ അദ്ദേഹം പറഞ്ഞതും, അതായത് അന്വേഷണ സംഘത്തിനൊപ്പം പോകുന്ന ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമാണ്, തന്നെ ഇരയാക്കുകയാണ് എന്ന തരത്തിലായിരുന്നു. എന്തായാലും ഇന്നും അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ആവർത്തിച്ചത് എന്നുള്ളതാണ്. മനോജന വാർത്ത വിശദാംശങ്ങൾ നൽകിയത്.